റോണി, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ മഹാസഖ്യത്തിൻ്റെ മഹാപരാജയം, മഹാതോൽവി എന്നത് വിലയിരുത്തുമ്പോൾ അതിൽ വളരെ വലിയൊരു പങ്കുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. വലിയ പങ്കും വലിയ ഉത്തരവാദിത്വവും കോൺഗ്രസിനുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനോടകം അതൊക്കെ വലിയ ചർച്ചയിലേക്ക് വന്നു. പേയ്മെൻറ്റ് സീറ്റ്, ആ പേയ്മെൻറ്റ് സീറ്റിലൂടെ സീറ്റുകൾ കൊടുക്കുക, അതിലൂടെ ഘടകകക്ഷികൾക്കെതിരെ തന്നെ മുന്നണി മര്യാദയ്ക്ക് നിരക്കാത്ത വിധത്തിലേക്ക് സൗഹൃദ മത്സരം എന്ന പേരിൽ മത്സരിക്കുക, പ്രിയങ്കയെ പോലെയുള്ള നേതാക്കളോട് പ്രചാരണം നടത്തുക, അങ്ങനെ നിങ്ങളൊരു ആത്മഹത്യാ സ്ക്വാഡായി മാറുക. 1-2 സീറ്റല്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആ സഖ്യത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. വലിയ തോതിൽ വിലപേശി കൂടുതൽ സീറ്റുകൾ വാങ്ങുന്നു. ഇവിടെ അപ്പുറത്ത് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് മാക്സിമം വിജയിക്കുന്ന കാര്യത്തിലാണെങ്കിൽ BJPക്കും JDUവിനുമെങ്കിൽ ഇപ്പുറത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ തോൽക്കുന്ന കാര്യത്തിലാണ്. അത്ര വലിയ പതനത്തിലേക്കാണ് പോയിട്ടുള്ളത്. നിങ്ങളും സ്വയം തകരുന്നു, മുന്നണിയെ കൂടി മുക്കി താഴ്ത്തുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ ബീഹാറിൽ നിങ്ങൾ കാഴ്ചവെച്ച രാഷ്ട്രീയം എന്ന വിമർശനം ഉയരുമ്പോൾ മറുപടി എന്താണ് റോണി? ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഒരു അത്ഭുതമേ ഉള്ളൂ. ആ അത്ഭുതം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് BJP മുന്നണിക്ക് 243 സീറ്റും കിട്ടിയില്ല എന്നൊരു അത്ഭുതമേ എനിക്കുള്ളൂ. ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നു നിങ്ങളുടെ നേതാക്കൾ അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. BJPയുടെ ബീഹാർ തന്ത്രം ആദ്യ ഫേസിൽ തന്നെ തകർന്നു എന്ന് പറഞ്ഞ നേതാക്കളുണ്ട്. അങ്ങനെയായിരുന്നു ഇതുവരെയുള്ള വിലയിരുത്തൽ. റോണി പറഞ്ഞ പോലെ ഒന്നും അല്ല. അല്ല, ഞാൻ പറയാം, എനിക്ക് അത്ഭുതമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് 243 സീറ്റും BJP കിട്ടിയില്ല എന്നതിൽ എനിക്ക് അത്ഭുതമുള്ളൂ. കാരണം ഞങ്ങൾ ഉന്നയിച്ച ആക്ഷേപമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ശരിവച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എളുപ്പമായിരുന്നു റോണി, എളുപ്പമായിരുന്നു. നിങ്ങളിപ്പോൾ ഒരു 15-16 സീറ്റിലാണ് സൗഹൃദ മത്സരം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചത്. നിങ്ങൾ കുറച്ചുകൂടെ സീറ്റിൽ അങ്ങ് മത്സരിച്ചാൽ മതിയായിരുന്നു, മുന്നണിക്കെതിരെ തന്നെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞ BJP ഫുള്ളായിട്ടൊക്കെ ജയിച്ചോണ്ടേനെ. എന്റെ പോയിന്റ് ഒന്ന് മുന്നോട്ട് വയ്ക്കാൻ വല്ലാതെ അത്ഭുതം തോന്നുകയാണ്. ഇപ്പോൾ ഈ ജനൻ TV ചർച്ച ചെയ്തതിനേക്കാൾ രൂക്ഷമായിട്ടാണല്ലോ കൈരളി TV ചർച്ച ചെയ്തത്. എനിക്ക് അത്ഭുതമാണ്. അവസ്ഥയിൽ ആ സഖ്യത്തെ കൊണ്ട് എത്തിച്ചില്ലേ നിങ്ങൾ? ആ അവസ്ഥയിൽ ആ സഖ്യത്തെ കൊണ്ട് കോൺഗ്രസ് എത്തിച്ചോ? ചോദ്യം അതാണ്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു SIR-ന് ബീഹാറിലെ ജനം ഇന്ന് അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. അതിലൂടെ അദ്ദേഹം പറയുന്നത് എന്താ, ഈ തെരഞ്ഞെടുപ്പിൽ BJP ഇത്രയും ജയിക്കുവാൻ കാരണം SIR ആണ് എന്ന് പ്രധാനമന്ത്രി തന്നെ അദ്ദേഹം സമ്മതിച്ചിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആരോപണം. അത് തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവർക്ക് എന്തുകൊണ്ട് 243 കിട്ടിയില്ല എന്നൊരു അത്ഭുതമേ ഉള്ളൂ. കാരണം എന്താ, ഇവിടെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കുറിച്ചിരിക്കുന്നു. ബീഹാർ ഇപ്പോൾ നിങ്ങൾ പറയും തോറ്റപ്പോൾ കോൺഗ്രസ് ഒരു വാദവുമായി വന്നതാണ് എന്ന്. തോറ്റപ്പോൾ അല്ല, ഇതിനു മുമ്പേ തന്നെ SIR എന്ന് പറയുന്ന വിഷയവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് വെറും 3 മാസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ ഓഗസ്റ്റ് മാസം, നവംബറിൽ തെരഞ്ഞെടുപ്പ് എത്ര മാസം ഉണ്ടെന്ന് നോക്കി, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 3 മാസം മുന്നേ എന്ത് ചെയ്യുക, SIR-ുമായിട്ട് വന്നിരിക്കുക. ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചു, എന്താണ് ഇപ്പോൾ ഇത്രയും അത്യാവശ്യം, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇത്രയും അനിവാര്യത, വാട്ട് ഈസ് ടൈമിംഗ്? ഇപ്പോൾ ഈ SIR പ്രഖ്യാപിക്കാനുള്ള കാരണം ഈ തെരഞ്ഞെടുപ്പിൽ BJP ഇത് വളരെ ഇന്ത്യൻ ജനാധിപത്യം വളരെ അപകടകരമായിട്ടുള്ള ഒരു തുരുത്തിലെത്തിയിരിക്കുന്നത്. കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ മാത്രമല്ല ഇക്കാര്യത്തിൽ വിഷമിക്കേണ്ടത്. റോണി, കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഒരു പൊതുവികാരം, വളരെ ശക്തമായ വികാരം. റോണി ഒരു സെക്കൻഡ്. കേരളത്തിന്റെ ഒരു പൊതുവികാരം അതിശക്തമായി രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭിന്നമായി SIR-നെതിരെ വളരെ ശക്തമായ പ്രതിഷേധമുള്ളൊരു സ്റ്റേറ്റാണ് കേരളം. ഇവിടെ കേരളം ആ നിലയിൽ തന്നെ അതുമായി മുന്നോട്ട് പോകുന്ന തർക്കമൊന്നുമില്ല. കോൺഗ്രസ് തുടക്കം മുതൽ പറയുന്നു, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വെളിപ്പെടുത്തി, അതുമായി ബന്ധപ്പെട്ട് വലിയ അധ്വാനം നടത്തിയതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ചോദ്യം, ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ആ പോരാട്ടത്തിൽ നിങ്ങൾ തേജസ്വി യാദവുമായി ഒത്തുചേർന്ന് വോട്ടധികാർ യാത്രയൊക്കെ നടത്തിയ നിങ്ങൾ ബീഹാറിൽ ആ മുന്നണിക്ക് ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന ഘട്ടത്തിൽ എന്തേ നിങ്ങൾ ഒരു മുന്നണിക്കകത്ത്, അപ്പുറത്ത് JDU-വും BJP-യും എത്രമാത്രം ഒരു മുന്നണി എന്ന നിലയിൽ സഹകരിച്ച് പ്രവർത്തിച്ചു? നിങ്ങൾ ആ മുന്നണിയെ തന്നെ മുക്കിക്കൊല്ലും വിധത്തിലേക്ക് മുന്നണിയിൽ മറ്റു പാർട്ടികൾക്ക് കൊടുത്ത, CPI അടക്കമുള്ള പാർട്ടികൾ കൊടുത്ത സീറ്റിൽ പോയി മത്സരിച്ച കൂട്ടരല്ലേ നിങ്ങൾ? ആ സീറ്റുകൾ പേയ്മെന്റ് സീറ്റാക്കിയില്ലേ? ആ പേയ്മെന്റ് സീറ്റിലേക്ക് നിങ്ങളുടെ ദേശീയ നേതാക്കൾ പ്രചാരണത്തിന് പോയില്ലേ? ഈ നിങ്ങളാണോ എന്നിട്ട് വലിയ വായിൽ ആ മഹാസഖ്യത്തെക്കുറിച്ച് പറയുന്നത്? നിങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ആ പരാജയത്തിൽ, അവിടുത്തെ തകർച്ചയിൽ. ഇതാണ് വിമർശനം. ഇത്തരം ബാലിശമായ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ യഥാർത്ഥ വിഷയങ്ങൾ ശരിയായത് റോണി പറഞ്ഞതാ. ബാലിശമാണ് എങ്കിൽ ശരിയായത് അവിടെ സൗഹൃദ മത്സരം സംഘടിപ്പിച്ചോ? അവിടെ കോൺഗ്രസ് സൗഹൃദ മത്സരം സംഘടിപ്പിച്ചോ? ചോദ്യം നമ്പർ 1.
റോണി, ചോദ്യം നമ്പർ 1. മൂന്ന് സീറ്റിൽ മത്സരിച്ചത് കൊണ്ടാണോ BJP ഇപ്പോൾ ബാക്കിയുടെ പോയി. ബാലിശമായ വാദങ്ങൾ മുന്നോട്ട് വെക്കരുത്. ബാലിശമാകുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പറയുന്നു രാജ്യത്തെ വിപത്താണ്, രാജ്യത്തെ വിപത്താണ് BJP, രാജ്യത്തെ വിപത്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ചെറുക്കാൻ പോകുന്ന കൂട്ടരാണോ ഇങ്ങനെ സൗഹൃദ മത്സരം സംഘടിപ്പിക്കുന്നത്? നമ്മൾ അതിന് പകരം പോവുക, കോടതിയിലേക്ക് പോവുക. അതല്ല, നമ്മൾ